ഹായ്, വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ NMMS പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ കട്ട് ഓഫ് അതുപോലെ തന്നെ എത്രയാണ് സേഫ് സോൺ എന്നുള്ള തരത്തിലുള്ള ആശങ്കയിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. 1000-ലധികം ആൾക്കാരുടെ കമൻറ്റ്സ് ഓൾറെഡി ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കമൻറ്റിലൂടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും സ്കോർ ചെയ്തിട്ടുള്ള റേഞ്ചുകൾ 150 മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, 140 മുകളിലുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജില്ലകളിൽ ഓരോരോ റേഞ്ചിലുള്ള മാർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് നോക്കിയാൽ അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമറൊക്കെ ആരാ എന്നുള്ളത് ആ കമൻറ്റ് സെക്ഷനിലൊന്ന് പോയി നോക്കിയാൽ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ അത്തരത്തിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കമൻസിൽ അതുപോലെ തന്നെ വാട്സപ്പിലും ടേൺ ടു ലേണിൻ്റെ വാട്സപ്പ് നമ്പറിലും ചോദിക്കുന്നതാണ്, ജില്ലകൾ തോറും കട്ട് ഓഫിന് വേരിയേഷൻ ഉണ്ടോ, കട്ട് ഓഫിന് മാറ്റം ഉണ്ടോ, അതുപോലെ തന്നെ ഓരോ ജില്ലക്കും കൊടുക്കുന്ന സ്കോളർഷിപ്പ് എണ്ണങ്ങളുടെ തുകത്തിലും മാറ്റം ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിൽ മാറ്റമുണ്ട്. ആദ്യം പറയുന്നത് കട്ട് ഓഫിൽ വേരിയേഷൻ ഉണ്ട്. ഡിസ്ട്രിക്ട് വൈസും അതുപോലെ തന്നെ കാറ്റഗറി വൈസും കട്ട് ഓഫിന് വേരിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന എണ്ണത്തിലും അത് എന്തുണ്ട്, മാറ്റമുണ്ടെന്ന്. ഉദാഹരണത്തിന് 2023 പത്തനംതിട്ട ജില്ലക്ക് കൊടുത്തിട്ടുള്ള സ്കോളർഷിപ്പ് NMMS കൊടുത്തിട്ട് 98 കുട്ടികൾക്കാണ് ടോട്ടൽ സ്കോളർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. ദെൻ മലപ്പുറം ജില്ലക്ക് നോക്കുകയാണെങ്കിൽ 647 ഇത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ, അതിൻ്റെ ആനുപാതികം ശരിയാവുന്നതെന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിൽ എത്രയാണ് അഡ്മിഷൻ എടുക്കുന്നത്, അതിൽ എത്ര പേരാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്കോളർഷിപ്പ് എഴുതാൻ യോഗ്യതയുള്ളവർ, അതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കിയിട്ടാണ് ഓരോ ജില്ലക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്കോളർഷിപ്പുകളുടെ എണ്ണം കൂടുന്നതും കുറയുന്നതും. അപ്പോൾ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ മൈനോറിറ്റീസ് ഏറ്റവും കൂടുതലായിട്ടുള്ള ബാക്ക്വേർഡ്നെസ് കൂടുതലായിട്ടുള്ള ഏരിയകളിൽ നിന്ന് കൂടുതൽ നമ്പേഴ്സ് ഓഫ് സ്കോളർഷിപ്പും അതുപോലെ തന്നെ കൂടുതൽ അഡ്മിഷൻ നടക്കുന്ന ഏരിയകളിൽ കൂടുതൽ സ്കോളർഷിപ്പുകൾ പോകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മലബാർ റീജിയനിൽ സ്കോളർഷിപ്പുകളുടെ എണ്ണം കൂടുതലും അതുപോലെ തന്നെ മറ്റുള്ള ഏരിയകളിൽ സ്കോളർഷിപ്പ് കുറഞ്ഞതായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കട്ട് ഓഫ് കൂടുതൽ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏറ്റവും കട്ട് ഓഫ് കൂടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മലബാർ റീജിയനാണ്. മലപ്പുറമൊക്കെ കട്ട് ഓഫ് ആയിരിക്കും. കാരണം അവിടെ ഏറ്റവും കോമ്പറ്റീറ്റീവ്, അതായത് ഏറ്റവും നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഏരിയാസാണ് മലബാർ റീജിയൻ. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഏരിയയിൽ NMMSന് നന്നായിട്ട് കോമ്പറ്റീഷൻ നടക്കുന്നതാണ്. കട്ട് ഓഫൊക്കെ 130-135 റേഞ്ചിലാവും. പക്ഷേ ഈ പത്തനംതിട്ട അതുപോലെ തന്നെ മറ്റുള്ള ഏരിയയിൽ നമുക്കൊരു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 100, 105, 110 റേഞ്ചിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് കട്ട് ഓഫ് കൂടും. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആപ്ലിക്കേഷൻ പോകുമ്പോൾ അതിനനുസരിച്ച് സ്കോളർഷിപ്പിൻ്റെ എണ്ണം ആ ജില്ലക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എത്ര കുട്ടികളാണ് 8ാം ക്ലാസ്സിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ എൻറോൾ ചെയ്യുന്നത്, എത്ര കുട്ടികളാണ് ആ സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതയായിട്ടുള്ള എത്ര കുട്ടികൾ അപേക്ഷിച്ചിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ പ്രൊപ്പറേഷൻ അനുസരിച്ചാണ് ഓരോ ജില്ലക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. കട്ട് ഓഫിലെ വേരിയേഷൻ വരുന്നത് കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ചാണ്. കോമ്പറ്റീഷൻ കൂടിയാൽ കട്ട് ഓഫ് ഹൈ ആവും, കോമ്പറ്റീഷൻ കുറഞ്ഞാൽ കട്ട് ഓഫ് ലോ ആവും. ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്കായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങളുടെ ഓരോ ജില്ലയിലും, കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരടക്കം ഈ വീഡിയോക്ക് താഴേക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും ടോപ്പസ്റ്റ് മാർക്കായിട്ട് കമൻറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത്. ഈ കമൻസുകളൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കമൻസ് ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. കാരണം അവരൊക്കെ ആൻസർ കീ ശരിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആൻസർ കീ നോക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മാർക്കുകൾ കമൻറ്റ് ചെയ്യുന്നത്. കൂടാതെ ടേൺ ടു ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9562-654-789 എന്നുള്ള വാട്സപ്പ് നമ്പറിലും ഇത്തരത്തിലുള്ള മാർക്കും അതുപോലെ തന്നെ ആൻസർ കീക്കും വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ മാക്സിമം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ആൻസർ കീ നോക്കാത്തവർക്ക് ഈ നമ്പറിൽ 9562-654-789 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കീ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ജില്ല വൈസ് ആയിട്ടുള്ള
കട്ട് ഓഫും അതുപോലെ തന്നെ സേഫ് സോൺ മാർക്കും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു.